ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഇപ്പം നിങ്ങൾ കാണുന്നത് ഞങ്ങളുടെ ടീച്ചേഴ്സിനെ, ഞങ്ങളുടെ മക്കളെയും. ഞങ്ങളുടെ ക്ലാസ് ടൈം എന്ന് പറഞ്ഞാൽ 9:45 തുടങ്ങിക്കഴിഞ്ഞാൽ 3:45 വരെ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലാണ്. ഞങ്ങളും ഞങ്ങളുടെ മക്കളും ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. സാധാരണ കുട്ടികൾക്കും ടീച്ചേഴ്സിനും ഞങ്ങളുടെ പാരൻസിനൊക്കെ ഉള്ള ഭക്ഷണമൊക്കെ ഇവിടെ തന്നെയുണ്ട്, ഞങ്ങൾ തന്നെ ഉണ്ടാക്കാറ്. പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് പുറത്തുനിന്ന് ഒരു സ്പോൺസർ ഉണ്ട് കേട്ടോ ഭക്ഷണത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്, ഒരു ചെറിയൊരു സദ്യ. അപ്പോൾ നമുക്ക് സദ്യ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. നിങ്ങളിപ്പോൾ കാണുന്ന പാത്രമില്ലേ, ഇതിലാണ് കേട്ടോ ഞങ്ങൾ സാധാരണയായിട്ട് ചോറുണ്ടാക്കുന്നത്. ആദ്യം ചുക്കുവെള്ളത്തിനുള്ള വെള്ളം മുക്കിയതിന് ശേഷം ഞങ്ങൾ അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ അരിയൊക്കെ ആഡ് ചെയ്യുള്ളൂ. ഇപ്പോൾ ഞങ്ങൾ ഇതാണ് കേട്ടോ ചുക്കുപൊടിക്ക് പകരമായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് ഒരു മരത്തിൻ്റെ വേരാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മരത്തിൻ്റെ പേര് ഞങ്ങൾക്കറിയില്ല, എന്നാലും ഇതാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ഈ വേരിട്ട തിളപ്പിച്ച വെള്ളം ഞങ്ങൾ സാധാരണയായിട്ട് കുട്ടികൾക്ക് കുടിക്കാൻ കൊടുക്കാറുള്ളൂ. അടുത്തത് സാമ്പാർ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. സാമ്പാറിന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളൊക്കെ ഞങ്ങൾ ഇന്നലെ തന്നെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് സാമ്പാറിലേക്കുള്ള തേങ്ങ വറുക്കണതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സാമ്പാർ ഉണ്ടാക്കാനൊക്കെ അറിയാമല്ലേ, എന്നാൽ ഇത് ഞങ്ങളുടെ സ്റ്റൈലാട്ടോ. ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ഞങ്ങൾ തേങ്ങയൊക്കെ വറുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിലേക്ക് ഞങ്ങൾക്ക് മസാലക്കൂട്ടുകളൊക്കെ നമ്മൾ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, സാമ്പാർ പൊടിയൊക്കെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടുത്തതായിട്ട് കേബേജ് കൊണ്ടാണ് ഞങ്ങൾ ഉപ്പേരി ഉണ്ടാക്കാൻ വിചാരിക്കുന്നത്. നമ്മുടെ അസ്ലാൻ്റെ ഉമ്മ കേബേജൊക്കെ എടുത്തിട്ട് അരിയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ മക്കളൊക്കെ ഇവിടെ വരുമ്പോൾ മാത്രമേ പച്ചക്കറികളാണെങ്കിലും ഇലക്കറികളാണെങ്കിലും എന്താണെങ്കിലും കഴിക്കുന്നുള്ളൂ. നമ്മളെ മക്കൾക്ക് നമ്മൾ വീട്ടിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിക്കില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ ടീച്ചേഴ്സിനെ പേടിച്ചിട്ടാണെങ്കിലും അവർ കഴിക്കുന്നുണ്ട്. അതിന് ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. അടുത്തതായിട്ട് ഞങ്ങൾ ഉണ്ടാക്കുന്നത് ഒരു ഓലനാണ്. മത്തനും മമ്പയറൊക്കെ ചേർത്തിട്ടാണ് ഓലൻ ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവില്ലേ, എന്നാലും ഇതൊന്ന് കണ്ടു നോക്കൂ. ഇങ്ങനെയുള്ള പയറുവർഗ്ഗങ്ങളില്ലേ, നമ്മളെ മമ്പയർ, കടല, ചെറുപയർ, ഇതുകൊണ്ടൊക്കെ ഞങ്ങളിവിടെ ഉപ്പേരി ഉണ്ടാക്കാറുണ്ട് കേട്ടോ. പക്ഷെ വീട്ടിൽ നിന്ന് കഴിക്കാൻ കൊടുക്കുമ്പോൾ അവരാരും കഴിക്കില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ മക്കളും കഴിച്ചു. റെഡിയായിന് അതിന് അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഓല റെഡിയായി, സൂപ്പർ. അതിൻ്റെ സ്മെല്ലൊക്കെ അതേ വരുന്നുണ്ട്. അവസാനത്തിൽ പച്ച വെളിച്ചെണ്ണ കഴിച്ചിട്ട് ഓല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ഞങ്ങൾ അവിയൽ ഉണ്ടാക്കാം കേട്ടോ. അവിയലുള്ള കഷ്ണങ്ങളൊക്കെ ഞങ്ങൾ ഇന്നലെ തന്നെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഒക്കെ എല്ലാം റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേന മാത്രമേ അരിയാൻ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അത് ഇന്ന് രാവിലെ വന്നിട്ട് അരിയാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അതും കൂടി അരിഞ്ഞതിന് ശേഷം ഞങ്ങളതൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അവിയലിടാനുള്ള തേങ്ങയൊക്കെ മിക്സ് ചെയ്ത് അതിൽ തേങ്ങയിൽ നമ്മൾ സാധാരണ എന്തൊക്കെയാണോ നമ്മൾ അവിയലിനിടുക അതന്നെ എല്ലാം ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഇവിടെ റെഡിയാണ് കേട്ടോ. കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. തൈരൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നും കൂടി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് അടച്ചു വയ്ക്കാം കേട്ടോ. നമ്മുടെ അവിയൽ ഇവിടെ റെഡിയായി. ഇനി അവസാനമായിട്ട് നമ്മളിതിലേക്ക് എന്താ ഒഴിക്കുക, ഇത്തിരി പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലൊക്കെ ഒഴിച്ചിട്ട് അടച്ച് വയ്ക്കാം. അതിനിടയ്ക്ക് നമുക്ക് നമ്മുടെ ചോറ് വെന്തോ നോക്കണ്ടേ. ചോറ് വെന്ത് ചോറ് ഊറ്റാൻ തുടങ്ങുകയാണ്. ചോറ് ഞങ്ങൾ ഈ കാണുന്ന തവിയിലാണ് കേട്ടോ ഊറ്റിയെടുക്കുന്നത്. അങ്ങനെ ചോറൊക്കെ ഊറ്റിയെടുത്തതിന് ശേഷം ഞങ്ങൾ ഇനി പായസം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ പായസത്തിന് വേണ്ടിയിട്ട് ഞങ്ങളതേ അടുപ്പത്തൊരു പാത്രമൊക്കെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവില്ലേ എങ്ങനെയാണ് സേമിയ പായസം ഉണ്ടാക്കാമെന്ന്. ഇന്നത്തെ ഞങ്ങളുടെ പായസം സേമിയ തന്നെയാണ്. സേമിയ പായസം ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട മാമാണ്. മാം പായസം എന്നല്ല എന്തുണ്ടാക്കിയാലും അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ പായസം ഉണ്ടാക്കുന്ന രീതി എല്ലാവരും ഒന്ന് കണ്ടോളൂ കേട്ടോ. അങ്ങനെ പായസം അരമണിക്കൂറിനുള്ളിൽ പായസം റെഡി. അപ്പോൾ ഞങ്ങൾക്ക് വല്ലാത്തൊരു വിശപ്പ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഒരു ചായ ഉണ്ടാക്കാൻ വിചാരിച്ചു. ചായ ഉണ്ടാക്കാൻ സൂപ്പർ സുനിയാണ് ഞങ്ങളുടെ സുനിമോള് എന്നും
11 മണിയാകുമ്പോൾ സുനിമോളി ചായ ഉണ്ടാക്കും. അപ്പോൾ ഞങ്ങളെല്ലാവരും വട്ടത്തിലൊക്കെ ഇരുന്നിട്ട് ചായ കുടിക്കുകയാണ്. നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പോഴേ ഒരുമിച്ചിരുന്നിട്ട് ഭക്ഷണം കഴിക്കില്ല, ആ ഒരു ഫീലാട്ടോ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഒത്തൊരുമിച്ചിരുന്നിട്ട് ചായ കുടിക്കുമ്പോൾ. ഇനി ഞങ്ങൾ ഉണ്ടാക്കിയ വിഭവങ്ങൾ നിങ്ങൾക്ക് ഒന്നുകൂടി കാണിച്ചു തരാം. ആദ്യം കേബേജ് ഉപ്പേരി, നല്ല അടിപൊളി അവിയല്, അതിലും അടിപൊളിയായ സാമ്പാറ്, പിന്നെ മത്തൻ കൊണ്ടൊരു ഓലൻ, പപ്പടം, ചോറ്. ക്ലാസ് റൂമുകളിലേക്കൊന്ന് പോവാം. ഇതാണ് ഞങ്ങളുടെ ശ്രീജിന ടീച്ചറും മക്കളും. അടുത്തതായിട്ട് ഇതാണ് നമ്മുടെ മാം, ഫിസിയോ മാം. നമ്മൾ അബിക്കുട്ടരെ ഫിസിയോ ചെയ്യാണ്. അബി ഒരു ഹായ് തന്നേ. ഓക്കെ. അടുത്തതായിട്ട് കാവ്യ ടീച്ചറും മക്കളും. സഹദ് ഹായ്. ഇതാണ് ഞങ്ങളുടെ മേഘ ടീച്ചറും കുട്ടികളും. സിനാൻ ദാ ചിരിക്കുകയാണ്, വീഡിയോ എടുക്കാൻ കണ്ടിട്ട് ചിരിക്കുകയാണ് സിനാൻ. ഇതാ സിദ്ധു, സിദ്ധു അസ്ല ഹായ് കാണിക്കുകയാണ്. ഇനി വാഴയില കഴുകുകയാണ് കേട്ടോ, ഞങ്ങളുടെ മക്കൾക്ക് സദ്യ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളുടെ ഈ പറമ്പിൽ തന്നെ ഉണ്ടായിരുന്നു കുറച്ച് വാഴകൾ, അതിൽ നിന്ന് ഞങ്ങൾ എടുത്തതാണ് ഈ വാഴയിലകൾ. വാഴയിൽ നന്നായിട്ട് കഴുകുന്നുണ്ട്, 2 സൈഡ് നന്നായിട്ട് കഴുകിയിരിക്കുകയാണ്. അങ്ങനെ കഴുകിയ വാഴയിലകളെല്ലാം കൂടി ഞങ്ങൾ സെൻറ്ററിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകാട്ടോ. അവിടെ എത്തിയിട്ട് അത് 2 സൈഡും നന്നായിട്ട് തുടച്ചു, മക്കൾക്ക് കൊടുക്കാനുള്ളതല്ലേ. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം വേലകളൊക്കെ നന്നായിട്ട് അടിപൊളിയായിട്ട് ഇങ്ങനെ വരിക്ക് വെച്ചതിന് ശേഷം ഞങ്ങൾ ഭക്ഷണമൊക്കെ വിളമ്പുകയാണ്. ഈ ഭക്ഷണം ടീച്ചേഴ്സ് വിളമ്പുന്നു. ഇതാണ് ഞങ്ങളുടെ മാം കേട്ടോ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മാമാണിത്. മാമും ടീച്ചേഴ്സും കൂടി ചേർന്നിട്ടാണ് ഭക്ഷണമൊക്കെ വിളമ്പുന്നത്. അങ്ങനെ നന്നായിട്ട് നല്ല വൃത്തിയായിട്ട് ഭക്ഷണമൊക്കെ വിളമ്പി കഴിഞ്ഞു കേട്ടോ. മാമും ടീച്ചേഴ്സൊക്കെ ചേർന്നിട്ടാണ് ഭക്ഷണം വിളമ്പിയത്. വിളമ്പി കഴിയുന്നതിന് ശേഷം മക്കളെ വിളിച്ചു, അവർ വന്നിരുന്നു കേട്ടോ. അവർ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുകയാണ്. അങ്ങനെ മക്കളും ടീച്ചേഴ്സൊക്കെ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്. ഞങ്ങൾ പിന്നെ കിച്ചണിൽ തന്നെ അങ്ങോട്ട് കൂടി വട്ടത്തിലിരുന്നിട്ടാണ്ട് ചോറൊക്കെ കഴിച്ചു. അതിനുശേഷം പാത്രങ്ങൾ കഴുകി വയ്ക്കണു, തുടയ്ക്കുന്നുണ്ട്. അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് അടിപൊളിയാക്കി ക്ലീൻ ചെയ്ത് വെച്ചതിന് ശേഷം റെസ്റ്റ് എടുക്കുകയാണ്. ഇവിടെ ശ്രീജിൻ്റെ അമ്മ കിടക്കണ കണ്ട താഴെ. അങ്ങനെ ഞങ്ങൾ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ടോ. ക്ലീനിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഏറ്റവും അവസാനമാണ് ഞങ്ങൾ കുട്ടികൾക്ക് ഭക്ഷണത്തിന് കൂടെ പായസം കൊടുത്തിട്ടില്ലല്ലോ, അപ്പോൾ ഏറ്റവും അവസാനം കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭക്ഷണത്തിന് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഗെയിംസൊക്കെ കളിക്കാനുള്ളതാണ്. അപ്പോൾ അവരാകെ ക്ഷീണിച്ചാലോ. അപ്പോൾ പായസമൊക്കെ എല്ലാവരും കൊടുത്തു കഴിഞ്ഞു, എല്ലാവരും നന്നായിട്ട് കുടിച്ചു, എല്ലാവർക്കും ഇഷ്ടമായി. ഞങ്ങൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും അഭിപ്രായം പറയണം. അത് മാത്രമല്ല ഇത് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. എന്നാൽ ശരി, ഓക്കെ, ബൈ.